നിങ്ങൾക്കൊരു മാറ്റം വേണമെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് പോയാൽ മതിയോ? അല്ല ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയാം. കർത്താവ് ചലിക്കുന്ന ആരുടെ കൂടെയാണെന്നറിയോ? മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവന്റെ കൂടെയാ ദൈവം ചലിക്കുന്നേ. സ്വതന്ത്രം. ഞാൻ എൻ്റെ മനസ്സ് തുറന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 10-30 പേരുടെ നടുവിൽ കണ്ടക്കടവിൽ ആ കൊച്ചു വീട്ടിൽ, എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ ആരാധിച്ചുകൊണ്ടിരുന്നതാ. ടിറ്റസ് പേരൊക്കെ ഞങ്ങളുടെ അയൽവക്കക്കാരാ. ആ കൊച്ചു വീട്ടിനകത്ത് ആമേൻ ഒരു ഡബിൾ മുണ്ട് കൊടുത്ത്, അല്ലെങ്കിൽ ഒരു ലുങ്കി കൊടുത്ത്, ഒരു കൈലിയും കൊടുത്ത് വന്ന് ആ വീട്ടിനകത്തിരുന്ന് ആരാധിക്കുമ്പോൾ ജോഷി പാഷ് പറയുന്ന മെസ്സേജും ദൂതുമൊക്കെ ഇന്റർനാഷണൽ മെസ്സേജാ. എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാ അപ്പച്ചന്മാരാ, ഒരെണ്ണമില്ല ചെറുപ്പക്കാരൻ, ഒറ്റെണ്ണമില്ല, എല്ലാ അപ്പച്ചന്മാരാ. ഈ പ്രസംഗം എല്ലാം കഴിയുമ്പോൾ എന്നോട് ജോഷി പാഷ് ചോദിക്കും, നിനക്ക് വല്ലതും മനസ്സിലായോ? ഞാൻ പറഞ്ഞു, മനസ്സിലായതൊക്കെ പിടിച്ചിട്ടുണ്ട്. അതിനോട് പ്രതികരിക്കാൻ അന്ന് ആ ചർച്ചിനകത്ത് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു, എനിക്കിവിടെ ഇരിക്കാനൊക്കത്തില്ല, ഞാൻ ഇരിക്കത്തുമില്ല. വന്ന ദൂതെല്ലാം ചാടി വീണ് പിടിച്ചു. പറഞ്ഞിട്ട് രാത്രി വീട്ടിൽ പോയി അത് ഓർത്ത് പ്രാർത്ഥിക്കുകയും രാത്രി മുഴുവൻ ഇരുന്ന് അന്യഭാഷ പറയുകയും ചെയ്തു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തി. ആമേൻ. വിവാഹത്തിന് സമയമാകുമ്പോൾ മണവാളൻ ഒരുങ്ങുന്നത് പോലെ ഞാൻ ആത്മാവിൽ ശൂന്യതയിൽ ഒരുക്കപ്പെടാൻ തുടങ്ങി. എങ്ങനെയാണെന്നറിയണ്ടേ? കേട്ടോ, ആരോടോ ദൂതായതുകൊണ്ട് പറയുക. അവൻ എൻ്റെ വീടിൻ്റെ സൈഡ് രണ്ടും തെങ്ങിൻ തോപ്പായതുകൊണ്ട് എല്ലാവരും ഉറങ്ങുന്ന രാത്രി 12 മണിക്ക് ഞാൻ തെങ്ങിൻ തോപ്പിലേക്ക് ഇറങ്ങിയിട്ട് അവിടെയുള്ള സകല തെങ്ങിനോട് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. ആദ്യത്തെ പ്രസംഗം ഉപവാസ പ്രാർത്ഥന ശൈലിയായിരുന്നു. തെങ്ങിനോട് ദൂത് പറയാൻ തുടങ്ങി. തെങ്ങിനെ നോക്കി രോഗസൗഖ്യമാകാൻ പറഞ്ഞു. പ്രവചിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ അത് പ്രസംഗിച്ചതുപോലെ ഉപവാസ പ്രാർത്ഥനകളുടെ വേദി തുറക്കാൻ തുടങ്ങി. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഈ സ്റ്റൈലിൽ നിന്നാൽ ഉപവാസ പ്രാർത്ഥനയുടെ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മാറും. ഇല്ല, എനിക്ക് ക്രൂസൈഡിൽ കയറണം. ക്രൂസൈഡിന്റെ മെസ്സേജുകൾ ഉണ്ടാക്കി രാത്രിയിൽ അവൻ മുറിക്കകത്ത് ക്രൂസൈഡിന്റെ പ്രസംഗിക്കാൻ തുടങ്ങി. ക്രൂസൈഡുകൾ ദൈവം ഓപ്പൺ ചെയ്യാൻ തുടങ്ങി. പിന്നെ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ പ്രസംഗിച്ചു പോയ കേരളത്തിൽ കിടക്കും. ഇല്ല, കേരളം വിട്ടു പ്രസംഗിക്കണം. അതിനുവേണ്ട ദൂതുകൾ തയ്യാറാക്കണം. കഴിഞ്ഞ 22 വർഷമായിട്ട് പല രാജ്യങ്ങൾ പോയി പ്രസംഗിക്കുന്നു. ദൂത് മനസ്സിലായോ? നിങ്ങൾ വന്നതിന് ശേഷമല്ല ഞാൻ കറങ്ങാൻ തുടങ്ങിയത്. ഇവിടെ ഇരിക്കുന്ന പലരും ഇവിടെ വരുന്നതിന് മുമ്പേ ദൈവയാത്രയുടെ വഴികൾ ദൈവം എനിക്ക് ഓപ്പൺ ചെയ്യാൻ തുടങ്ങി. എന്താ കാര്യമെന്നറിയാമോ? ദൂതിന്റെ വിശാലതകൾക്കനുസരിച്ച് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മാറാൻ കഴിയത്തില്ല. ആമേൻ. ഞാൻ ഒന്നുകൂടി പറയുന്നു കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളോട് പറയുന്നത് ഇന്റർനാഷണൽ ദൂതാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ലോക്കൽ ദൂതിനനുസരിച്ച് ചലിക്കരുത്. നിങ്ങൾ ആ ലെവലിലേക്ക് ചലിക്കണം.